വേനൽക്കാലമായി കഴിഞ്ഞാൽ നമ്മളുടെ പ്രധാന പണികളിലെ ഒരു പണിയാണ് പറമ്പ് നനയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ പറമ്പ് നനയ്ക്കുന്ന ദിവസമാണ്. നമ്മൾ മോട്ടർ അടിച്ച് വെള്ളം നേരെ നമ്മുടെ പറമ്പിൽ വന്ന് ചാടി നമ്മുടെ പറമ്പിലെ ചാല് വഴി വെള്ളം ഒഴുകി നമ്മുടെ പറമ്പിലെ ഓരോ വിളവുകളുടെ ചുവട്ടിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഈ കൊടും ചൂട് കൃഷി വിളവുകളൊക്കെ തരണം ചെയ്ത് നിൽക്കണമെങ്കിൽ വെള്ളം അത്യാവശ്യമാണ് കേട്ടോ. പ്രത്യേകിച്ചും ജാതി കൃഷി ചെയ്യുന്നവർക്കറിയാം വെള്ളം നല്ല രീതിയിൽ തന്നെ വേണം. വെള്ളത്തിൻ്റെ ഒരു ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിടിച്ചിട്ടുള്ള കായകളെല്ലാം മൂപ്പെത്താണ്ട് അത് ചുളിഞ്ഞ് അത് പൊട്ടി താഴെ വീണു പോവും. അങ്ങനെ വീണു പോയതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ ജാതി കൃഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജാതി കൃഷികൾക്ക് വേണ്ടത് വെള്ളമാണ് കേട്ടോ. വെള്ളത്തിൻ്റെ ലഭ്യത ഉണ്ടെങ്കിൽ മാത്രമാണ് ജാതി കൃഷി വിജയിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ പറമ്പിൽ സ്പ്രിങ്ക്ലർ കാര്യങ്ങളൊന്നും ഇട്ടിട്ടൊന്നുമല്ല നനയ്ക്കണത്. പണ്ട് കാലത്ത് നനച്ചിരുന്ന പോലെ തന്നെ ആണിയും ചാലൊക്കെ എടുത്ത്, അതായത് ഇതുപോലെ പറമ്പിൽ കൂടെ ചാല് കീറി നമ്മളുടെ ഓരോ ജാതികളുടെ ആയാലും തെങ്ങായാലും ഓരോ വിളവുകളുടെ ചുവട്ടിലേക്ക് നമ്മൾ വെള്ളം വിടുന്നു. ആ ചുവട്ടിൽ വെള്ളം മെത്തി കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്ത കള കെട്ടി അടുത്ത വിളകളുടെ ചുവട്ടിലേക്ക് വീഴുന്നു. ആ രീതിയിലൊരു നനയാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ മോട്ടർ അടിച്ച് നിൽക്കുന്ന സമയം എപ്പോഴും നമ്മുടെ പറമ്പിൽ വേണം. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ പറമ്പ് നനയ്ക്കാൻ വേണ്ടി നമ്മൾ സമയം മാറ്റി വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേനൽക്കാലത്ത് ഈ കൃഷി ചെയ്യുന്നവരുടെയൊക്കെ ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞത് ഈ പറമ്പ് നനയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ പറമ്പിലുള്ള എല്ലാ വിളവുകളുടെയും തടം നല്ല രീതിയിൽ മെത്തിച്ച് നനച്ച് നമ്മൾ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.